പത്തനംതിട്ട മുൻ SP VG വിനോദ് കുമാറിന്റെ വാഹനം അപകടത്തിൽപ്പെട്ട സംഭവത്തിൽ കാൽനട യാത്രക്കാരനെതിരെ കേസെടുത്തതിൽ നടപടിക്ക് റേഞ്ച് DIGയുടെ ശുപാർശ. SP VG വിനോദ് കുമാർ, തിരുവല്ല DYSP നന്ദകുമാർ, CI സന്തോഷ് എന്നിവർക്കെതിരെയാണ് റിപ്പോർട്ട്. സംസ്ഥാന പോലീസ് മേധാവിയാണ് തുടർ നടപടി സ്വീകരിക്കുക. AV ജയശങ്കർ വിവരങ്ങളുമായി ചേരുന്നുണ്ട് പത്തനംതിട്ടയിൽ നിന്ന്. ജയശങ്കർ, ഈ കേസ് അട്ടിമറിക്കാനുള്ള ശ്രമം ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്നുണ്ടായി എന്നുള്ളത് വലിയ രീതിയിൽ ചർച്ചയായതാണ്. അന്വേഷണ റിപ്പോർട്ടും ആ രീതിയിലാണ് കാര്യങ്ങൾ ചെന്നെത്തിയത്. ഇതിലിപ്പോൾ നടപടിയിലേക്ക് കടക്കുന്നുവെന്നാണോ മനസ്സിലാക്കേണ്ടത് ജയശങ്കർ? റിജിത്ത്, തിരുവല്ല പോലീസ് വാദിയെ പ്രതിയാക്കിക്കൊണ്ട് രജിസ്റ്റർ ചെയ്ത FIRലാണ് ഇപ്പോൾ എന്തായാലും ഒരു നടപടിക്ക് വേണ്ടിയുള്ള ശുപാർശ വന്നിരിക്കുന്നത്. ജില്ലാ പോലീസ് മേധാവി ഇതുമായി ബന്ധപ്പെട്ട റിപ്പോർട്ട് ഇതുമായി ബന്ധപ്പെട്ട റിപ്പോർട്ട് റേഞ്ച് IGക്ക് നൽകിയിരുന്നു. റേഞ്ച് IG അജിത ബീഗം ഇതുമായി ബന്ധപ്പെട്ട റിപ്പോർട്ട് മുകളിലേക്ക് അയക്കുകയും ആ റിപ്പോർട്ടിന്മേലാണ് ഇപ്പോൾ എന്തായാലും ADGP DGPയോട് നടപടി ചെയ്യണമെന്ന ഒരു ശുപാർശയോടുകൂടി സമർപ്പിച്ചിരിക്കുന്നത്. റിപ്പോർട്ടിന്മേൽ വരും ദിവസങ്ങളിൽ തന്നെ സംസ്ഥാന പോലീസ് മേധാവി നടപടിയെടുക്കുമെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. കാരണം ഈ സംഭവവുമായി ബന്ധപ്പെട്ട്, ഈ അപകടവുമായി ബന്ധപ്പെട്ട് തിരുവല്ല പോലീസ് FIR രജിസ്റ്റർ ചെയ്യുമ്പോൾ അതിൽ ഗുരുതര വീഴ്ച പറ്റിയെന്നാണ് ജില്ലാ പോലീസ് മേധാവി നൽകിയ റിപ്പോർട്ടിൽ പറയുന്നത്. തിരുവല്ല DYSP ഒപ്പം തന്നെ തിരുവല്ല SHO എന്നിവർക്ക് വീഴ്ച പറ്റി. ഒപ്പം തന്നെ അന്ന് SP ആയിരുന്ന വിനോദ് കുമാറിനും ഈ കാര്യത്തിൽ വീഴ്ച പറ്റിയെന്ന് ഈ റിപ്പോർട്ടിൽ പരാമർശിക്കുന്നുണ്ട്. 3 ഉദ്യോഗസ്ഥർക്കെതിരെയും വകുപ്പ് തല നടപടി വേണമെന്ന ഒരു പരാമർശമാണ് ഈ റിപ്പോർട്ടിലുള്ളത്. ആ പരാമർശമാണ് നിലവിൽ എന്തായാലും റേഞ്ച് DIG ശുപാർശ സഹിതം. നേരത്തെ വിവാദമായതിന് പിന്നാലെ ഈ FIR തിരുത്തി തലയൂരാനുള്ള ശ്രമമൊക്കെ ഉണ്ടായതാണല്ലോ ഉദ്യോഗസ്ഥരുടെ ഭാഗത്ത് നിന്ന് ജയശങ്കർ. അതായത് അന്ന് ഈ FIRൽ തിരുത്തലുകൾ വരുത്തി കോടതിയിൽ നൽകിയും ഇതിൽ മാറ്റം വരുത്തുകയൊക്കെ ചെയ്തു. പക്ഷേ അതിനൊപ്പം തന്നെ സമാന്തരമായി നിലവിലെ ജില്ലാ പോലീസ് മേധാവി ആനന്ദ് IPS ഈ വിഷയത്തിൽ അന്വേഷണം നടത്തിയിരുന്നു. ഈ അന്വേഷണത്തിലാണ് ഇത്തരത്തിലുള്ള കണ്ടെത്തലുകളുള്ളത്. അതായത് ഈ അന്ന് AIG ആയിരുന്ന വിനോദ് കുമാറിൻ്റെ വാഹനം ആഗസ്റ്റ് 30-നാണ് തിരുവല്ലയ്ക്ക് അടുത്ത് വെച്ച് ഇത്തരത്തിൽ അപകടത്തിൽപ്പെടുന്നത്. പിന്നീട് ഈ AIG ആയിരുന്ന വിനോദ് കുമാർ അഭ്യർത്ഥിച്ച പ്രകാരമാണ് സ്ഥലത്തെ DYSP നന്ദകുമാറും ഒപ്പം തന്നെ തിരുവല്ല SHOയും കൂടി ഇത്തരത്തിലൊരു FIR ഇടുന്നതിന് വേണ്ടി അന്ന് പ്രൊബേഷൻ SI ആയിരുന്ന ആൾക്ക് നിർദ്ദേശം നൽകുന്നത്. അന്ന് ഈ പ്രൊബേഷൻ SI ഇത്തരത്തിൽ FIR ഇട്ടതിൽ വീഴ്ചയുണ്ടെന്ന് കണ്ടെത്തിയിരുന്നു. പക്ഷേ ഇദ്ദേഹം ഒരു തുടക്കക്കാരനാണെന്നത് പരിഗണിച്ചുകൊണ്ട് ഒരു വാണിംഗിൽ ആ ഉദ്യോഗസ്ഥനെതിരെയുള്ള നടപടികൾ അവസാനിപ്പിക്കാൻ എന്തായാലും തീരുമാനമായിട്ടുണ്ട്. പക്ഷേ 3 പേർക്കെതിരെ നടപടി വരും. വിനോദ് കുമാറിനെതിരെയും ഒപ്പം തന്നെ തിരുവല്ല DYSP നന്ദകുമാർ, ഒപ്പം തന്നെ തിരുവല്ല SHO എന്നീ 3 ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി ഉണ്ടാകും. വകുപ്പ് തല നടപടിക്കാണ് സാധ്യത. ശരി, AV ജയശങ്കർ പത്തനംതിട്ടയിൽ നിന്ന് വിവരങ്ങൾ നൽകുകയായിരുന്നു. പരാതിക്കാരനെ പ്രതിയാക്കുന്ന തരത്തിലുള്ള സമീപനമാണ് അവിടെ പോലീസ് സ്വീകരിച്ചത്. അതിലാണ് ഇപ്പോൾ നടപടി വരാൻ പോകുന്നത്. ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി വരും. അതിനുള്ള ശുപാർശയാണ് ഇപ്പോൾ നൽകിയിരിക്കുന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.